ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഡെയ്സിയുടെ ഈ വരവ് ഇന്ന് 2 വീടുകളിൽ ഒരു ആഘോഷമാക്കേണ്ടതായിരുന്നു. പോട്ടെ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവർ യാത്ര പറയാൻ തിരിച്ചെത്തുമ്പോൾ നീ താഴെ ഉണ്ടാവണം. അപ്പോ അവരെ ഒന്നും അറിയിക്കാതെ തന്നെ യാത്ര അയക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. ഞാൻ വരുന്നില്ല അമ്മേ. എത്ര ശ്രമിച്ചാലും അഭിനയിച്ച് ഫലിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അത് കൂടുതൽ കുഴപ്പമാവുകയുള്ളൂ. അമ്മ അവരോട് എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി. അമ്മ, എൻ്റെ സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞു. നാളെ മുതൽ ഞാൻ കോളേജിൽ പോയി തുടങ്ങും. അപ്പോ അച്ഛനോട് പറഞ്ഞോ നീ? അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവും. കോളേജിൽ നിന്ന് മെയിലിട്ടിട്ടുണ്ടാവും. അച്ഛൻ കുറച്ച് ദിവസമായി അതൊന്നും ചെക്ക് ചെയ്യാറില്ല. അച്ഛനോട് പറഞ്ഞിട്ട് പോയാൽ മതി നീ. അച്ഛൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പോകും. ഇവിടെ നിന്നാ എനിക്ക് നിങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കേണ്ടി വരും. അമ്മ പേടിക്കണ്ട. കോളേജിൽ പോയി തുടങ്ങിയെന്ന് വെച്ച് മാളുമായിട്ട് പഴയ പോലെ ഞാൻ അടുപ്പത്തിനൊന്നും പോവില്ല. സ്വയം ഒഴിഞ്ഞു മാറാനും ഒഴിവാക്കാനും ഞാൻ ശീലിച്ചു തുടങ്ങിയിരിക്കുന്നു. അച്ഛനോട് പറയും ഇനി ആ പേടി വേണ്ടെന്ന്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അശ്വതി. ആദ്യമായിട്ട് വന്നിട്ട് ആരെയും കാണാൻ പറ്റിയില്ലല്ലോ ടീച്ചറിന്. അത് സാരല്ലെന്നേ, ഞങ്ങളിനി കുറച്ചുകാലം ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാവരും ഉള്ളപ്പോ ഇടയ്ക്ക് ഇറങ്ങാം. എല്ലാരോടും അന്വേഷണം പറയണേ. ആ ശരി, കാണാം. ശരി ആന്റി. ശരി മോനെ. വാ. ആ കുട്ടി എന്താ നമ്മളോടൊന്നും പറയാതെ പോയി കളഞ്ഞേ? അതാ ഞാനും ആലോചിച്ചത്. രാവിലെ അതിനെ കണ്ടപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. എല്ലാവരോടും വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് അതിന്റെ പെരുമാറ്റം. അശ്വതി ആന്റിയോടും അത്ര കാര്യമായിട്ടൊന്നും സംസാരിച്ചു കണ്ടില്ല. ഞാനും അത് ശ്രദ്ധിച്ചു. അപ്പുവിനോട് അശ്വതിക്ക് ഒരു താല്പര്യക്കുറവുള്ളതുപോലെ. ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ മമ്മി പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഞാനും ഇതൊന്നും ആയിരുന്നില്ല പ്രതീക്ഷിച്ചത്. എവിടെയോ എന്തോ ചില തകരാറുള്ളതുപോലെ. എന്തെങ്കിലും ആകട്ടെ, ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒന്ന് കാണാൻ പറ്റിയല്ലോ. അത് തന്നെ വലിയ കാര്യം. നീ വാ. ഹലോ അശ്വതി. ആ മുരളിയേട്ടൻ തിരക്കിലാണോ? എനിക്ക് നമ്മുടെ 4-5 സൈറ്റിലേക്കൊന്ന് പോണം. നീ എന്താ വിളിച്ചത്? ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആര്? നമ്മുടെ ഡെയ്സി ടീച്ചറും മോനും വന്നിരുന്നു. ഓ, നമ്മുടെ കോയമ്പത്തൂരുണ്ടായിരുന്ന ഡെയ്സി ടീച്ചറോ? ആ അതേന്നേ. ടീച്ചറുടെ മോൻ ഇവിടെ മെഡിക്കെയർ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ഇനിയിപ്പോ കുറച്ചുനാൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അവര് വിപിയുടെ വീട്ടിൽ പോയിരുന്നോ? അവിടെ കയറിയിട്ട് എങ്ങോട്ട് വന്നത്. കൂടെ അപ്പു ഉണ്ടായിരുന്നു. അപ്പുവിന്റെ കാര്യം അവര് വല്ലതും? ഞാനായിട്ടൊന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അപ്പു ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. അതില് ടീച്ചർക്ക് എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളായിട്ട് ആരോടൊന്നും പറയാൻ പോട്ടാ. ശരി, ഞാൻ വിളിക്കാം. ബിപി, അപ്പു ഇങ്ങെത്തിയോ? അവള് വന്നല്ലോ. ഹോ, ഒന്നും പറയാതെ പെട്ടെന്ന് അവള് പോന്നപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഇനി ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയത് അവൾക്ക് ഇഷ്ടമായില്ലെന്ന് വിചാരിച്ചു. അവൾക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല ഡേസി. ഇന്ന് അവള് ടോട്ടലി മൂഡ് ഓഫ് ആണ്. അതുകൊണ്ടാ. എന്തുപറ്റി? കാര്യമായിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. അവൾക്ക് മൈഗ്രെയിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. വന്നപാടെ തലവേദനിക്കുന്നു പറഞ്ഞ് റൂമിൽ പോയി കിടക്കുക. എങ്കിൽ ഡിസ്റ്റർബ് ചെയ്യണ്ട. കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ, പാവം. അല്ല, മുരളി ഉണ്ടായിരുന്നു അവിടെ? ഞങ്ങൾ ചെന്നപ്പോഴേക്കും മുരളി ഇറങ്ങിയിരുന്നു. പിന്നെ അശ്വതിയുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോന്നു. അശ്വതിക്കും എന്തോ വൈകാരിക പോലെ തോന്നി. അശ്വതിക്ക് നല്ല സുഖമില്ലല്ലോ, അതിന്റെ ആവും. അപ്പവും ആളും ഒരു ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അതെ. എന്നിട്ട് അപ്പു എന്താ ഇന്ന് ക്ലാസ്സിന് പോകാത്ത?
മാളവിക ക്ലാസ്സിന് പോയെന്ന് അശ്വതി ആന്റി പറഞ്ഞു. അത് ഈ മൈഗ്രെയിൻ കാരണം ലീവ് എടുത്തതാ. കുറച്ചുനാൾ എനിക്കും ഉണ്ടായിരുന്നു ഈ ഉപദ്രവം. അത് വന്നാ പിന്നെ അന്നത്തെ ദിവസം പോയി കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് പോയാ പോരെ ഡേസി? ഏയ് വേണ്ട ഗീത, അതൊക്കെ പിന്നൊരു ദിവസമാകാം. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം ഇറങ്ങാം. അതെ അതെ, എല്ലാവരുടെയും അസുഖം അസ്വസ്ഥതയൊക്കെ മാറിയിട്ട് നമുക്കൊരു ദിവസം കൂടാ അങ്കിൾ. അത് മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടയ്ക്ക് ഞാൻ വിളിക്കാം. പോട്ടെ വിജയ്. ശരി എന്നാ. ശരി. ഓക്കെ അങ്കിൾ. ഹലോ, എവിടെ പോവാ? ഒന്ന് നിന്നേ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? അല്ല, സസ്പെൻഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിലായിരുന്നാ ടൂറിലായിരുന്നാ? അടിച്ചു പൊളിച്ചാ മോളെ? ആകെ മൊത്തം ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ മോളെ. സുഖചികിത്സ വല്ലതും നടത്തി കാണും മച്ചു. ആ ഹലോ, ഇതെന്നാ പോക്കാ മോളെ? ഞങ്ങൾ ഇത്രയും പേര് എസ്കോർട്ട് വന്നിട്ടും ഒരു മൈൻഡ് ഇല്ലാതെ. അത് ശരിയാട്ടോ. ഫാൻ ഫോളോവേഴ്സിനെ ഇങ്ങനെ നിരാശപ്പെടുത്തല്ലേ മോളെ. ദൈവകോപം കിട്ടും. എന്താ എല്ലാവരുടെ ഉദ്ദേശം? ചുമ്മാ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് കൊച്ചു ക്യാമ്പസിലേക്ക് വരുമല്ലേ, റീ എൻട്രി ഒന്ന് കളറാക്കാന്ന് വെച്ചു. ഈ സസ്പെൻഷനിലൊന്നും മോള് വിരളുന്ന ടൈപ്പല്ലെന്ന് ആ പ്രിൻസി ഒന്ന് ബോധിപ്പിക്കണ്ടേ? കൊച്ചിന്റെ പുതിയ ഗെറ്റപ്പ് ഒക്കെ കൊള്ളാലോ. പൊളിയാണല്ലോ മോളെ. മതി മച്ചു സുഖിപ്പിച്ചേറിൽ നിർത്തിയത്. എക്സ്ക്യൂസ് മീ. എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു. താങ്ക്സ് ടു ഓൾ. എല്ലാവരോടുമായി ഇനി ഒരു കാര്യം പറയാണ്. ഞാൻ ഈ ക്യാമ്പസിൽ വന്നത് പഠിക്കാനാണ്. ഞങ്ങളും അതിന് തന്നെ നമ്മളെ വന്നിരിക്കുന്നത്, അല്ലാതെ സിനിമ പിടിക്കാനൊന്നുമല്ല. നിങ്ങളുടെ വരവും എൻ്റെ വരവും തമ്മിൽ വ്യത്യാസമുണ്ട് ബായി. നിങ്ങൾക്ക് സിനിമ പിടിക്കാം, കുത്തിമറിയാം, ബിയർ കുടിക്കാം, പ്രേമിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്കതിലൊന്നും താല്പര്യമില്ല. ആരെയും ഉപദ്രവിക്കാതെ, ആരുടെ കാര്യത്തിൽ ഇടപെടാതെ, സ്വന്തം കാര്യം മാത്രം നോക്കി ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ചേട്ടന്മാരോട് സ്നേഹമായിട്ട് പറയുക, പ്ലീസ് ഉപദ്രവിക്കരുത്. ഞാനൊന്ന് ജീവിച്ച് പോയിക്കോട്ടെ. ഓക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മാസത്തെ സുഖവാസം? കുഴപ്പമില്ലായിരുന്നു മാഡം. കുഴപ്പം ഇല്ലായിരുന്നു പോലും. ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ കുറഞ്ഞത് ഒരു മാസം കൂടി വീട്ടിലിരുന്ന് തനിക്ക് ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു. പിന്നെയും പോട്ടേന്ന് വെച്ചത് നന്നാവാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആയിക്കോട്ടേന്ന് കരുതിയാ. എന്താ തനിക്ക് ആകെ ഒരു മാറ്റം പോലെ? പുതിയ ഗെറ്റപ്പിലാണല്ലോ. എന്താ ഉദ്ദേശം? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല മാഡം. ഒരു ചേഞ്ചിന് വേണ്ടി ഈ ഗെറ്റപ്പ് ആവാന്ന് വെച്ചു. എന്നാ പിന്നെ ഒരു താടിയും മീശയും കൂടി ആകായിരുന്നു. കുറച്ചും കൂടി നല്ല ചേഞ്ച് ആവുമായിരുന്നു. ശ്രമിക്കുന്നുണ്ട് മാഡം. എന്താ താൻ പറഞ്ഞത്? അല്ല, മാഡത്തിന് എന്നെ അങ്ങനെ കാണാനാണ് ഇഷ്ടമെങ്കിൽ അതിനു വേണ്ടി ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞതാ മാഡം. വേണ്ട, വല്ലാതങ്ങ് ഓവർ സ്മാർട്ട് ആവേണ്ട താൻ. ഈ കോളേജിലുള്ള സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഒരേ ഒരു വ്യക്തി താനാ. അങ്ങനെ ഒരു കുട്ടിയെ
ഇവിടെ വെച്ച് വാഴിക്കാമെന്ന് എനിക്കോ മാനേജ്മെന്റിനോ ഒരു നിർബന്ധവുമില്ല. മര്യാദയ്ക്ക് വന്ന് അവനവന്റെ കാര്യവും നോക്കി പോവുകയാണെങ്കിൽ തനിക്ക് ഇവിടെ തന്നെ പഠിക്കാം. അതല്ല മറ്റു കുട്ടികളുടെ തല തല്ലിപ്പൊളിക്കാനും വേറെ തല്ലിപ്പൊളിത്തരത്തിനുമാണ് തന്നെ ഇങ്ങോട്ട് വീണ്ടും കെട്ടിയെടുത്തിരിക്കുന്നതെങ്കിൽ ആ മോഹം മുളയിലെ അങ്ങ് നുള്ളിയേക്കണം. അതൊന്നും ഇനി ഈ ക്യാമ്പസിൽ ഒരു കാരണവശാലും ഞാൻ വെച്ച് വാഴിക്കില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഓൺ ദ സ്പോട്ടിൽ ഡിസ്മിസലാകും നടക്കുന്നത്. മനസ്സിലായോ തനിക്ക്? മനസ്സിലായി മാഡം. പോയിക്കോ. താങ്ക് യു മാം. എന്റെ പൊന്നടാവേ, നിന്റെ ഈ നിരാശാകാമുക ലുക്കേ ഭയങ്കര ബോറാണ്. എന്ത് കണ്ടിട്ടാ മച്ചു നീ ഇപ്പോഴും അവളെ ഓർത്തിങ്ങനെ സെൻറ്റി അടിച്ചിരിക്കുന്നത്? പോവാൻ പറ പുല്ല്. എടാ, കമ്മലിട്ടവൻ പോയാ കടുക്കനിട്ടവൻ വരുമെന്ന് കാരണവന്മാർ പറയാറില്ലേ? അത്രേ ഉള്ളൂ കാര്യം. സാംകുട്ടി പറഞ്ഞതാണ് പോയിന്റ്. ഇങ്ങനെ സെൻറ്റി അടിച്ച് നടക്കാതെ അവളെക്കാളും കിടു ഒരുത്തിയെ സെറ്റാക്കി അവളുടെ മുന്നിൽ കൂടി ഞെളിഞ്ഞ് നടക്കണം മച്ചു. അല്ല പിന്നെ, അത് കണ്ട് അവള് ഞെട്ടിപ്പകച്ച് പണ്ടാരടങ്ങി കിളി പോയി നിൽക്കണം. അല്ലാതെ ഒരുമാതിരി ഇട്ടുകളയടാ. എടാ, നിങ്ങൾ ഈ പറയുന്ന പോലെ എനിക്ക് ഈ കാര്യത്തിൽ അത്ര വലിയ സെന്റിയോ നിരാശയോ ഒന്നുമില്ല. ശരിയാ, ഇഷ്ടമായിരുന്നു അവളെ. വീട്ടുകാരായിട്ട് പച്ചക്കൊടി വീശിയപ്പോ എല്ലാം സെറ്റായെന്ന് വിചാരിക്കുകയും ചെയ്തു. പക്ഷെ ഫ്രണ്ടിന്റെ പേരും പറഞ്ഞ് ലാസ്റ്റ് മൊമെന്റിൽ അവൾ ഇങ്ങനൊരു തേപ്പ് തേക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അളിയന്റെയും ചേച്ചിയുടെ മുമ്പിൽ ഞാനൊന്ന് നാറി. അതിന്റെ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അത് നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിക്കും വെച്ചു. എൻഗേജ്മെന്റോ കല്യാണമോ കഴിഞ്ഞിട്ടാണ് അവര് തമ്മിലുള്ള ഈ ഗുഡൻസ് പുറത്തു വന്നതെങ്കിലോ? കെട്ട് കഴിഞ്ഞ് 3-ന്റെ അന്ന് അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പെണ്ണ് പെട്ടിയെടുത്ത് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയുള്ള സ്ഥിതി എന്തായിരിക്കും? അതിലും വലിയ നാണക്കേടൊന്നും അല്ലല്ലോ ഇത്. അതുകൊണ്ട് അവള് സ്കിപ്പായത് നിന്റെ ലെക്കാണെന്ന് കൂട്ടിയാൽ മതി. വിട്ടേക്കടാ. അവളെ ഞാൻ വിട്ടു ബ്രോ. പക്ഷെ മറ്റവക്കിട്ടൊരു അടാറ് പണി ഞാൻ വെച്ചിട്ടുണ്ട്. ആ കടം തീർത്തിട്ടേ അരുൺ ഭാസ്കർ ഈ ക്യാമ്പസിൽ നിന്ന് പോവൂ. മറ്റവളല്ല, മറ്റവൻ, അങ്ങനെ പറ. എന്നാലും വൻ ചതിയായിപ്പോയി രണ്ടും നിന്നോട് കാണിച്ചത്. സാം, അരുൺ, ആഹാ, വന്നല്ലോ വനമാല. നീയൊക്കെ ഇവിടെ വന്ന് കുറ്റിയടിച്ചിരിക്കുവായിരുന്നോ? ക്ലാസ് മുഴുവൻ നടന്ന് തേഞ്ഞിട്ടാ ഞാൻ വന്നത്. എന്താ സുമിമോളെ, വല്ല സ്പോർട്ട് ന്യൂസും കിട്ടിയോ? സ്പോർട്ട് ന്യൂസ് അല്ല മോനെ, ഒരു ഉഗ്ര ഹോട്ട് ന്യൂസാ. എന്ന് വെച്ചാ തിളച്ച എണ്ണയിൽ മുക്കി പൊരിച്ചെടുത്ത ഒന്നാന്തരം ചൂടുവാർത്ത. എന്റെ സുമി, നീ ഇൻട്രോ ഇട്ട് വെറുപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. വന്നിട്ടേണ്ടാ, അവള് തിരുമ്പി വന്നിട്ടേൻ. ആരുടെ കാര്യം തനിയെ പറയുന്നത്? യെസ്, ദ വൺ ആൻഡ് ഓൺലി അപ്പുക്കുട്ടൻ റീലോഡഡ് മോനെ. സസ്പെൻഷൻ കഴിഞ്ഞ് ജസ്റ്റ് ലാൻഡഡ് ബാക്ക് വിത്ത് എ ബാങ്ക്. നേരാണോ സുമി? നീ കണ്ടോളെ? അവളല്ല മോനെ, അവൻ. അബ്സല്യൂട്ട്ലി അവൻ. ഗെറ്റപ്പ് ചേഞ്ചും എൻട്രിയൊക്കെ മാസല്ല, കൊലം മാസാണ് മോനെ. ചെറുക്കൻ രണ്ടും കൽപ്പിച്ച മട്ടില. നിങ്ങൾ കണ്ടോ മക്കളെ? സംഗതി അറിയുമ്പോ ഇനി ഗേൾസ് ഒക്കെ അവന്റെ പിന്നാലെ ആയിരിക്കും. നിന്റെയൊക്കെ കാര്യം പോക്ക. സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന സ്ഥിതിക്ക് അവൾക്ക് നല്ലൊരു വെൽക്കം കൊടുക്കണ്ടേ ബ്രോസ് നമുക്ക്? അത് വേണം മച്ചു. എന്റെ തല തല്ലി പൊളിച്ചവക്ക് ആദ്യത്തെ കൊട്ടേഷൻ ഞാൻ തന്നെ കൊടുക്കും. അതെന്റെ അവകാശമാണ്. അപൂർവ അപ്പുക്കുട്ടനായ വാർത്ത നമ്മൾ തന്നെ ആദ്യം ബ്രേക്ക് ചെയ്യണം. പക്ഷെ അതിന്റെ പിന്നിൽ നമ്മളാണെന്ന് മാളവികയോ മറ്റുള്ളവരോ അറിയുകയും ചെയ്യരുത്. അതിനൊരു വഴിയുണ്ട് സുമി. അവളുടെ ബാച്ചിലെ ആ ലിസി ലൂക്കോസ് നീയും തമ്മിൽ
നല്ല കമ്പനിയല്ലേ? യെസ്. നീ അവളോടൊന്ന് ലൈനിൽ നിൽക്കാൻ പറ. പ്ലാൻ ഞാൻ പറയാം. ഡി എടോ മാളവിക, താൻ അപൂർവമായി അടിച്ചു പിരിഞ്ഞോ? എന്ന് തന്നോട് ആര് പറഞ്ഞു? അല്ല, സസ്പെൻഷൻ കഴിഞ്ഞ കുട്ടി തനിച്ചാണല്ലോ കോളേജിൽ വന്നേ. സാധാരണ നിങ്ങൾ അടയും ചക്കരയും ഒരുമിച്ചല്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോ അപൂർവ ക്ലാസ്സിന് വന്നെന്നോ? എന്നിട്ട് അവളെവിടെ? അത് ശരി, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ലാൻഡ് ചെയ്തോണ്ടേ പ്രിൻസ് കസ്റ്റഡിയിലെടുത്തെന്നാ അറിഞ്ഞത്. ഇനി നന്നായി റോസ്റ്റ് ചെയ്തിട്ടായിരിക്കും വിടുന്നത്. റോസ്റ്റ് ചെയ്യുന്നൊക്കെ കൊള്ളാം. അവളുടെ കയ്യിൽ ഹെൽമറ്റ് ഉണ്ടോന്ന് നോക്കണം. ഇല്ലെങ്കിൽ പ്രിൻസിയുടെ ഉണ്ടൻ തലയ്ക്ക് സാങ്കുട്ടിയുടെ അവസ്ഥയാവും. ഇതാരുടെ ബാഗ്? എന്റെ ബാഗാ. നീ എപ്പോ വന്നു? എന്താ എന്നോട് പറയാതിരുന്നത്? ആള് ഭയങ്കര സ്റ്റൈലാണല്ലോ. നമുക്കൊന്ന് പോയി മുട്ടി നോക്കാമോ? എന്റെ അമ്മോ, ഞാനില്ലേ. ഗുഡ് മോർണിംഗ് അപൂർവ. താൻ ഭയങ്കര ചുള്ളത്തിയായിട്ടുണ്ടല്ലോ. പ്രിൻസി എന്ത് പറഞ്ഞു? നീ എവിടെ പോയിരിക്കുവായിരുന്നു? അതൊക്കെ പറയാം. ഗായത്രി, ഡാ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എന്തായി സുമി, നിന്റെ ലിസി ലൂക്കോസ് ഓക്കെ അല്ലേ? അതോ അവള് സമയത്ത് കാല് മാറോ? ഒന്നുമില്ല മോനെ, അവള് പൊളിക്കും, നീ നോക്കിക്കോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ അപ്പുക്കുട്ടനെതിരെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കായിരുന്നു അവര്. അപ്പോ അവര് തകർക്കോലോ അല്ലേ? പിന്നല്ലാതെ, നീ നോക്കിക്കോ. ഇത് ഈ കോളേജിലെ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും.